നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു കാർ വാഷറാണ്. അപ്പോൾ ഈ വാഷർ ചെറിയ സർവീസൊക്കെ വന്നാൽ എന്ത് ചെയ്യാം എന്നാണ്. ഇതിൻ്റെ ഒരു പമ്പ് ഇടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടി, ഇതെങ്ങനെ മാറ്റാം എന്നതാണ് മെയിനായിട്ട് ഇത് ഇപ്രാവശ്യം കാണിക്കുന്നത്. ഇത് മാറ്റേണ്ട ആവശ്യം വരുന്നത് ഇതിൻ്റെ പ്രഷർ ചിലപ്പോൾ അടിക്കുമ്പോൾ പ്രഷർ കുറവ് വരാം. അങ്ങനെ കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ പ്രഷർ കുറയുമ്പോൾ, അല്ലെങ്കിൽ ഇതതിൻ്റെ സെൻസറാണ്. ഓട്ടോമാറ്റിക് നമ്മൾ വെള്ളം നിർത്തിയാൽ ഉടനെ ഇത് പമ്പ് കട്ട് ഓഫ് ആവും. ആ കട്ട് ഓഫ് ആവാനുള്ള സ്വിച്ചാണിത്. ഈ സ്വിച്ച് കംപ്ലൈൻറ്റ് വരുമ്പോഴും കംപ്ലൈൻറ്റ് സ്വിച്ച് മാത്രമായിട്ട് മാറ്റാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ പ്ലഞ്ചർ തകരാറ് വന്നു. ഞാൻ അതിപ്പോൾ മാറ്റിയതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നില്ല. പ്രഷറൊന്നും കുറവുണ്ടായിരുന്നില്ല. പ്രഷറൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർത്തുമ്പോൾ നിൽക്കുന്നില്ല. നമ്മളപ്പോൾ എപ്പോഴും ഓണാക്കി തന്നെ വാഷിംഗ് തുടങ്ങിയ അവസാനിക്കുന്നവരെയും ഓണാക്കി പിടിക്കണം. നിർത്തുകയാണെങ്കിൽ പിന്നെ സ്വിച്ച് വന്ന് ഓഫ് ചെയ്യണം. ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഇതാണ് അതിൻ്റെ പമ്പ്. ഇവിടെയാണ് ഇത് വരുന്നത്. ഈ യൂണിറ്റാണ് പമ്പ് യൂണിറ്റ് വരുന്നത്. ഇത് എങ്ങനെ മാറ്റാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പ്രവർത്തിച്ച് നോക്കാം നമുക്ക്. ഇതിപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പവർ മീറ്റർ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എത്രമാത്രം കറണ്ട് എടുക്കുന്നുണ്ടെന്ന് ഈ മീറ്ററിൽ നോക്കിയാൽ കാണാം. അതിനുവേണ്ട ടൂൾസ് നമ്മൾ കുറച്ച് ഇവിടെ അടുത്ത് വന്നാൽ നമുക്ക് ഇതിൽ നോക്കിയാൽ ഇതിൻ്റെ പവർ ഇപ്പോൾ 0-ലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മെഷീൻ ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇത് 1230 വാട്ട്സ് കറണ്ടാണ് എടുക്കുന്നത്. മെഷീൻ എടുക്കുന്ന കറണ്ടാണ്. ഇപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ 0 ആയി. ഇപ്പോൾ കറണ്ട് ഒന്നും എടുക്കുന്നില്ല. ഓണാക്കുമ്പോൾ ഈ സ്വിച്ച് നമ്മൾ ട്രിഗർ ഓഫ് ചെയ്യുമ്പോൾ ഒപ്പം മെഷീനും കൂടെ ഓഫ് ആകണം. അങ്ങനെ ഓഫാകാതെ വരുമ്പോഴാണ് ഈ സ്വിച്ചിൻ്റെ തകരാറ്. ഈ പ്രശ്നം വരുന്ന ഈ സ്വിച്ചിലാണ് വരുന്നത്. അത് ഈ പമ്പിനോട് കൂടി തന്നെയാണ് ഈ യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്ലഞ്ചർ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഈ സ്വിച്ച് അല്ല പ്രശ്നം വന്നത്, ഇതിൻ്റെ അകത്തുള്ള യൂണിറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മൊത്തത്തിൽ മാറ്റിയതാണിത്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്ന് അഴിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ടാപ്പിൽ നിന്ന് കണക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടാപ്പ് നമ്മൾ വെള്ളം ഓഫ് ചെയ്യുന്നു. അതിന് ശേഷം ഇപ്പോൾ പവർ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പവർ മീറ്റർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് പുറത്ത്. ഈ മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിലുള്ള പല ഉപകരണങ്ങളിലും എത്ര വാട്ട്സ് കറണ്ട് എടുക്കുന്നുണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇത് എത്ര ആംബിയർ കറണ്ട് എടുക്കും, എത്ര വാട്ട്സ് എടുക്കുന്നുണ്ട്, യൂണിറ്റ് എത്രയാണ്, ഒരു ദിവസം ഫുള്ളായിട്ട് വർക്ക് ചെയ്താൽ എത്ര യൂണിറ്റ് കറണ്ടാണ് ഓരോ ഉപകരണം. ഇപ്പോൾ AC യോ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. TV ഒക്കെ കറക്റ്റായിട്ട് എത്ര എടുക്കുന്നുണ്ട്, എത്ര യൂണിറ്റ്, എത്ര വാട്ട്സ് ആണ്, ഈ പറയുന്ന പ്രകാരമാണോ കൂടുതൽ വരുന്നുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിന് ഏകദേശം 2000 രൂപയോളം വില വരുന്നതാണ്. HTC എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഇത്. വില കുറഞ്ഞ മോഡലുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പലതും ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇത് വളരെ ഉപകരിക്കും. അതുപോലെ ഇതിൻ്റെ ടൂൾസായിട്ട് നമ്മൾ ഇതിപ്പോൾ അലൈൻ കീ ആണ്. നോർമലായിട്ട് ഇത് അലൈൻ കീ ആണ് അതിൻ്റെ ബോൾട്ട് വരുന്നത്. അപ്പോൾ ഈ അലൈൻ കീ സാധാരണ ഇത് അധികം വില വരുന്നതാണ്. 10, 200, 250 രൂപ ആ റേഞ്ചിനൊക്കെ നമുക്ക് അലൈൻ കീ കിട്ടും. അപ്പോൾ അതിന് പകരം നമുക്ക് മോട്ടറിലൊക്കെ അഴിക്കണമെങ്കിൽ ഇതുപോലത്തെ യോട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഇത് സ്പെഷ്യൽ കീകൾ, പല ടൈപ്പ് കീകളൊക്കെ നമുക്ക് അഴിക്കാനൊക്കെ ഇത് ഉപകരിക്കും. അതൊക്കെ നമുക്ക് റാച്ചറ്റില്ല മെഷീനിൽ വെച്ച് ഇതുപോലെ പല ബിറ്റുകൾ മാറ്റിയിട്ട് ഉപയോഗിക്കാം. നമുക്കിതിൽ ആവശ്യം 5mm അലൈൻ കീ ആണ് ആവശ്യം. നോർമൽ അലൈൻ കീയിൽ അഴിക്കാം. ഇതിപ്പോൾ മോട്ടറിലും വേണമെങ്കിൽ നമുക്ക് അഴിക്കാം. എളുപ്പത്തിൽ അഴിക്കണമെങ്കിൽ മോട്ടർ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ മോട്ടർ വെച്ച് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ, ഇത് ക്വിക്ക് കണക്ടറാണ്. ഈ കണക്ടർ അഴിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ഷൻ ഹോസ്, ഇത് ടാപ്പിൽ നിന്നുള്ള ഹോസാണിത്. ഇത് അഴിച്ച് മാറ്റുന്നു. അതിനൊപ്പം ഇത് ഔട്ട്ലെറ്റ് ആണ്. ഇത് പ്രഷർ സൈഡാണ്. ഈ സൈഡ് നമുക്ക് അഴിച്ചെടുക്കാം. കുറച്ച് ടൈറ്റ് ഉണ്ട്.
ഇത് പ്രഷർ സൈഡാണ്. ഇത് രണ്ടും അഴിച്ചു മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കവറും കൂടെ തുറക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിനിവിടെ 2 സ്ക്രൂ ഉണ്ട്. ഇവിടെ കവർ അഴിക്കണം ആദ്യം. ശേഷം ഇതിൻ്റെ അടിയിലാണ് 4 സ്ക്രൂ വരുന്നത്. ഈ ബുഷിനകത്ത് സ്ക്രൂ വരുന്നുണ്ട്. ഇതിനകത്താണ് ഇതിൻ്റെ സ്ക്രൂകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രൂകൾ അഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കവർ അഴിച്ചു മാറ്റാം. 2 സൈഡിൽ കവറുകൾ ഇട്ടു. ഇനി നമുക്ക് ഈ ഗേജ് അഴിക്കാം. ഈ പ്രഷർ ഗേജ് ഉണ്ട് ഇവിടെ. ഈ പ്രഷർ ഗേജിനെ നമുക്ക് അഴിച്ചെടുക്കണം. പ്രഷർ ഗേജ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിലെ കവറും കൂടെ അഴിച്ച് വയർ കണക്ഷൻ മാറ്റണം. ഈ ടോപ്പിലെ കവർ അഴിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇതിൻ്റെ 4 സ്ക്രൂ വരുന്നത്. ഉള്ളിലാണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. ഇതിനകത്ത് മോട്ടറിന് കപ്പാസിറ്റർ വരുന്നുണ്ട്. ഇത് ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടറാണ്, ബ്രഷ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബ്രഷ് തേയ്മാനം വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് അങ്ങനെയുള്ളതൊന്നും ഈ ടൈപ്പ് മോട്ടറിന് വരില്ല. കുറച്ച് കാലം കൂടുമ്പോൾ ഈ കപ്പാസിറ്റർ മാത്രം ഒന്ന് വീക്ക് ആകുമ്പോൾ ഒന്ന് മാറ്റേണ്ടി വരുന്നത്, അല്ലാതെ മറ്റു കംപ്ലൈൻ്റ് ഒന്നും പിന്നെ ഈ ടൈപ്പ് മോഡലിന് വരില്ല. ഇൻഡക്ഷൻ ടൈപ്പ് മോട്ടർ ആയതുകൊണ്ട്. വേറെ മോഡല് ബ്രഷ് ടൈപ്പാണ്. അതാവുമ്പോൾ ബ്രഷ് തേയ്മാനം വരും. പവർ കുറച്ച് കൂടും, എങ്കിലും നമുക്ക് മെയിൻ്റനൻസ് കൂടും. ഇതിന് മെയിൻ്റനൻസ് കുറവാണ്. ഇതിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ. ഇവിടെ 2 കണക്ടറാണ് വരുന്നത്. ഈ കണക്ടർ അതിൽ ഉണ്ടാവില്ല. നമ്മൾ കണക്ടർ അതിൽ ചിലപ്പോൾ ഫിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ 2 കണക്ഷൻ ഊരിയെടുത്താൽ ഇപ്പോൾ ഫ്രീ ആയി കഴിഞ്ഞു. ഇതതിൻ്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഈ സ്വിച്ചും ഇതാണ് ഈ പമ്പ്. ഈ പമ്പാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇതിപ്പോൾ ഞാൻ ഇതിൽ ചെയ്തതാണ്, അതുകൊണ്ടോ നമ്മുടെ അഴിച്ച് കാണിക്കുന്നതന്നെ ഉള്ളൂ. ഈ ഒരു യൂണിറ്റാണ് ഈ കാണുന്നത്. ഈ കാണുന്ന യൂണിറ്റാണ് ഇരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ അഴിച്ച് മാറ്റാം? അപ്പോൾ നമുക്കിത് ഈ അലങ്കി ഉപയോഗിച്ച് 5mm കീ ആണിത്. 5mm കീ ഉപയോഗിച്ച് നമുക്കിത് അഴിച്ചെടുക്കാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ കീ കൊണ്ട് ഈ ബോൾട്ട് അഴിച്ചു. അതുപോലെ നമുക്ക് ഈ എല്ലാ ബോൾട്ടും അഴിക്കാം. അതിന് മോട്ടർ വെച്ചും വേണമെങ്കിൽ അഴിക്കാം. കുറച്ച് മോട്ടർ ഉള്ളത് കൊണ്ട് മോട്ടർ, അല്ലെങ്കിൽ ഇത് തന്നെ ആവശ്യമുള്ള. പമ്പ് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നിവർത്തി വെച്ച് അഴിക്കണം. പമ്പ് അഴിക്കുമ്പോൾ ഇതിനകത്ത് ഓയിലുണ്ട്. ഓയിൽ പോവാതിരിക്കാൻ നിവർത്തി വെച്ചാണ് അഴിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പമ്പ് യൂണിറ്റ് വരുന്നത്. ഇവിടെ ഒരു ഓറിങ് ഉണ്ട്. ഇതിനകത്ത് ഇതിൻ്റെ ബെയറിങ്, ഇങ്ങനെയുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് ബെയറിങ് ഉണ്ട്. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് ബെയറിങ്. ഇതാണ് ഇതിൻ്റെ ബെയറിങ് വരുന്നത്. ഇതിനൊന്നും തകരാറില്ല. ഈ ഓയിലിൽ കുറച്ച് വെള്ളം കടന്നു കാണുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ പുതിയതാണ്. ഇത് ഈയിടെ മാറ്റിയതാണ്.
അപ്പോൾ അതിന് വീണ്ടും പിന്നെ ഫിറ്റ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിൽ പിന്നെ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത, ഇതിൻ്റെ ഇവിടെ സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ചിന് വേണമെങ്കിൽ ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാം. ഈ സ്വിച്ചിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത് തുറക്കാവുന്നേ ഉള്ളൂ. സ്വിച്ചൊക്കെ മാറ്റണമെങ്കിൽ ഈസിയാണ്. ഇവിടെ ഇതിനകത്ത് ലോക്കാണ്. ഈ ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് സ്വിച്ച് അഴിച്ചു മാറ്റണമെങ്കിൽ സ്വിച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ സ്വിച്ച് നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ പുതിയ ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ പിസ്റ്റണൊക്കെയാണ് ഇത് വരുന്നത്. പിസ്റ്റൺ ഇതിനകത്ത് ഇതിൻ്റെ സ്പ്രിങ്ങും പിസ്റ്റണും ഈ യൂണിറ്റ് ഇതിനകത്ത് വരുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതാണ് ഇതിൽ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ പിസ്റ്റണിന് തേയ്മാനം വരുമ്പോഴാണ് ഇതിൻ്റെ പ്രഷറൊക്കെ കുറയുന്നത്. വെള്ളം അടിച്ചാൽ തീരെ പ്രഷർ കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇതങ്ങ് മാറ്റിയാൽ മതി. ഇതിന് ഒരു 850 രൂപ വിലയുള്ളൂ. ഒരു 1500 രൂപ വരെ പലരും പല റേറ്റിന് വയ്ക്കുന്നുണ്ട്. ഞാനിത് വാങ്ങിയത് കോയമ്പത്തൂരിൽ നിന്ന് 850 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇത് മാറ്റിയിട്ടാൽ ഇതിലൊരു വിധത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. ഇതിനാണ് ഇതിൽ തേയ്മാനം വരിക, എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ഈ പമ്പ് യൂണിറ്റിനെ വരുള്ളൂ. മോട്ടർ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഇതാണ്. മോട്ടർ ഓടുന്നില്ലെങ്കിൽ മാത്രമേ കോയിൽ വൈൻഡിങ്ങോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മോട്ടർ ഓടില്ല. മോട്ടർ ഓടുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ശരിക്കും പ്രഷർ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റ് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത്തിരി വെള്ളം കടന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് പഴയ ഓയിലൊക്കെ കളഞ്ഞ് നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ബെയറിങ് ഇതിനകത്ത് ബെയറിങ് ഇടുന്നു. ഇതിങ്ങനെ ഷെല്ലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ബെയർ കയ്യിൽ ഫിറ്റ് ചെയ്ത് അതിന് മുകളിൽ ഇങ്ങനെ 3 പീസായിട്ടാണ്, 3 പാർട്ടായിട്ടാണ് ഈ ബെയറിങ് വരിക. 3 പാർട്ടും ഇതിനകത്ത് വെച്ചു. ഇനി ഇതിൻ്റെ ലെവലിൽ ഓയിൽ ഒഴിക്കണം നമ്മൾ. ഇത് സാധാരണ ബൈക്കിൻ്റെ കാറിൻ്റെയൊക്കെ എൻജിൻ ഓയിൽ വരുന്നത് 15 വാട്ട്സ് 40 അല്ലെങ്കിൽ 2040 അങ്ങനെ ഏതെങ്കിലും ഓയിൽ ഒഴിക്കാം നമുക്ക്, കുഴപ്പമൊന്നുമില്ല. ഇതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമൊന്നുമില്ല. ഇതിൽ ഓയിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഈ ബെയറിങ് മുങ്ങിക്കിടക്കുന്ന അളവ് ഫുള്ളാക്കേണ്ട ആവശ്യമില്ല, ഫുള്ളാക്കാൻ പാടില്ല. ആ ബെയറിങ് മാത്രം മുങ്ങി നിൽക്കുന്ന അളവിലാണ് ഇതിൽ ഓയിൽ ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് പമ്പിന് ഫിറ്റ് ചെയ്യാം. അപ്പോൾ പമ്പിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതിനൊരു ഓറിങ്, നേരത്തെ കാണിച്ച ഓറിങ് അതിലിട്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തും, അല്ലെങ്കിൽ ഓയിലൊക്കെ ലീക്കായി പോകും. ഇവിടെ ഒരു ഓറിങ് ഉണ്ട്. ഓറിങ് വെച്ച് ഒന്ന് പ്രസ്, ഇത് സ്പ്രിംഗ് ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ ബോൾട്ടുകൾ അതിൽ ഇടാണ് വേണ്ടത്. ടൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഓപ്പോസിറ്റ് ടൈറ്റ് ചെയ്താലും കറക്റ്റ് ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്യാം ആദ്യം. അധികം ടൈറ്റ് ചെയ്തിട്ടില്ല. ബാക്കി നമുക്ക് കൈ കൊണ്ട് നോക്കാം. ലോഡ് മെഷീനിലാകുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയില്ല, ചിലപ്പോൾ ഓവർ ടൈറ്റ് ആയി അലുമിനിയാണ്, അത് ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കീ കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ ടൈറ്റ് എത്രയാണെന്ന് മനസ്സിലാവാൻ കൈ കൊണ്ട് ചെയ്യുകയാണ് കുറച്ചുകൂടി നല്ലത്. ടൈറ്റൊക്കെ ചെയ്യും, അഴിക്കുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ അളവിനുള്ള ടൈറ്റൊക്കെ ഇതിനാവശ്യമുള്ളൂ. ഓവറായി ടൈറ്റ് ചെയ്താൽ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്, ലീക്ക് വരാൻ, അതിൻ്റെ സീലൊക്കെ കംപ്ലൈൻറ്റ് വരും. ഇത്രയും ആവശ്യമുള്ളൂ. അതിപ്പോൾ കീ ഉപയോഗിച്ചാണ് നമ്മൾ ടൈറ്റ് ചെയ്തത്. ഇനി ഇതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ, ഇവിടെ 2 വയറുണ്ട് സ്വിച്ചിൻ്റെ, അത് രണ്ടും ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, പ്രസ് ചെയ്യുന്നത്. ഇത് നമുക്കത് ഈ കവർ ഫിറ്റ് ചെയ്യാണ് വേണ്ടത് അടുത്തതായിട്ട്.
ഇനി നമുക്ക് ഈ ടോപ്പ് കവർ ടൈറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇവിടെ സ്ക്രൂ ഉണ്ട്, രണ്ട് അടിയിൽ രണ്ട് സ്ക്രൂ. ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ ഫിക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പ്രഷർ ഗേജിന് തിരിച്ച് ഫിറ്റ് ചെയ്യണം വേണ്ടത്. ഇത് കുറച്ചൊരു ടെഫ്ലോൺ ചുറ്റിയിട്ടുണ്ട്. ആ ടെഫ്ലോൺ ചുറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാം. അഡ്ജസ്റ്റബിൾ സ്പാനർ ഉപയോഗിച്ചാണ് 17 mm ആണ് ഇത്. ഉള്ളിൽ നിന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ട്യൂബ് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ബാക്കിലെ പുറത്തെ കവർ ഫിറ്റ് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആയാലും മതി, പിന്നീടായാലും നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഓടിച്ച് നോക്കാം. കവർ പിന്നീട് ഫിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് കണക്ട് ചെയ്യാം. പ്രഷർ സൈഡ് ഓക്കെ. നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പവർ ഓൺ ചെയ്യാം. വെള്ളം തുറന്ന് ലീക്ക് ഉണ്ടോയെന്ന് നോക്കണം. അതിന് ശേഷം കവർ ഫിറ്റ് ചെയ്യാനല്ല, എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ചിലപ്പോൾ അഴിച്ച് ഫിറ്റ് ചെയ്യേണ്ടതൊക്കെ വന്നേക്കാം. വെള്ളം വരുന്നുണ്ട്, നമുക്ക് ഓണാക്കാം മെഷീൻ. ലീക്കോ പ്രശ്നങ്ങളൊന്നുമില്ല, വെള്ളം ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പ്രഷർ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ മാത്രം ഫിറ്റ് ചെയ്യാനേ ഉള്ളൂ. ഈ കവറിൻ്റെ സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ 4 സ്ക്രൂവും ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഓരോ സ്ക്രൂ ആണ് വരുന്നത്. അതിനുശേഷം ഇവിടെ 4 ബുഷ് ഉണ്ട്. ആ സ്ക്രൂവിൻ്റെ അടിയിൽ നിലത്ത് സ്ലിപ്പ് ആവാതിരിക്കാനായിട്ടുള്ളൊരു റബ്ബർ ബുഷ്, അത് ആ ഹോളിനകത്ത് തന്നെയാണ്. ആ ബുഷിനകത്താണ് സ്ക്രൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുഷുകളെല്ലാം ആ ഹോളിനകത്ത് തന്നെ കയറ്റി കൊടുക്കും. അപ്പോൾ ഓടുമ്പോൾ അത് വൈബ്രേഷൻ വരാണ്ടിരിക്കാനാണ് റബ്ബർ ബുഷാണത്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. ഒന്നുകൂടി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയായിട്ട് തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലീക്കോ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞു. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.